നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സീസണിന് തുടക്കം കുറിച്ച് ഡൗണിംഗ് സ്ട്രീറ്റിൽ ലൈറ്റുകൾ ഓണാക്കി പ്രധാനമന്ത്രി. തിങ്കളാഴ്ച വൈകുന്നേരം നടന്ന പരിപാടിയിൽ ക്രിസ്മസ് സീസണിന്റെ തുടക്കം കുറിക്കുന്ന ഡൗണിംഗ് സ്ട്രീറ്റിൽ ഉത്സവ വിളക്കുകൾ ഓണാക്കി പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, NHS ജീവനക്കാർ, സൈനിക ഉദ്യോഗസ്ഥർ, പോലീസ് അംഗങ്ങൾ എന്നിവർക്കൊപ്പം ചേർന്ന് തുടക്കം കുറിച്ചു. ഈ പ്രത്യേക അവസരത്തിന്റെ ഭാഗമാകുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ഡൗണിംഗ് സ്ട്രീറ്റിൽ ക്രിസ്മസ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നത് ഒരു ഉത്സവ പാരമ്പര്യം മാത്രമല്ല, വർഷത്തിലെ നേട്ടങ്ങളെയും വെല്ലുവിളികളെയും പ്രതിഫലിപ്പിക്കാനുള്ള ഒരു നിമിഷം കൂടിയാണ്. 2400-ലധികം അപ്രന്റീസുകളെയും ബിരുദധാരികളെയും റിക്രൂട്ട് ചെയ്യാൻ BAE സിസ്റ്റംസ്. 2025-ൽ 2400-ലധികം പുതിയ അപ്രന്റീസുകളെയും ബിരുദധാരികളെയും റിക്രൂട്ട് ചെയ്യാൻ BAE സിസ്റ്റംസ് പദ്ധതിയിടുന്നു. ഇത് പരിശീലനത്തിലുള്ള ആളുകളുടെ എണ്ണം UKയിലെ തൊഴിലാളികളുടെ 15% ഉയർത്തുന്നു. കമ്പനി അടുത്ത വർഷം 6500 യുവാക്കളെ പരിശീലിപ്പിക്കും. വിദ്യാഭ്യാസത്തിലും നൈപുണ്യത്തിലുമുള്ള നിക്ഷേപം ദശാബ്ദത്തിന്റെ ആരംഭം മുതൽ £1 ബില്യൺ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. BAE സിസ്റ്റംസ് UK പ്രതിരോധ വ്യവസായത്തിലെ ഒരു പ്രധാന വെളിച്ചമാണെന്നും ഇത് സായുധ സേനയിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും മുൻനിരയിൽ സജ്ജരാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് സെക്രട്ടറിയും സിവിൽ സർവീസ് മേധാവിയുമായി സർ ക്രിസ് വോർമോൾഡിനെ പ്രധാനമന്ത്രി നിയമിച്ചു. പുതിയ ക്യാബിനറ്റ് സെക്രട്ടറി സിവിൽ സർവീസ് മേധാവിയായ സൈമൺ കേസിന്റെ പിൻഗാമിയായി സർ ക്രിസ് വോർമോൾഡ് നിയമിതനായി. ക്രിസ് നിലവിൽ ആരോഗ്യ സാമൂഹിക പരിപാലന വകുപ്പിന്റെ സ്ഥിരം സെക്രട്ടറിയാണ്. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി സൈമൺ കേസ് ഡിസംബർ 16-ന് ഈ ചുമതലയിൽ നിന്ന് വിരമിക്കും. പണിമുടക്കുകൾ വിമാനത്താവളങ്ങളിലെ സർവീസിനെ ബാധിച്ചേക്കാം. ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകളെ ബാധിക്കുന്ന ശമ്പളത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ക്രിസ്മസ് സീസണിൽ എഡിൻബറോ വിമാനത്താവളത്തിൽ പണിമുടക്കിന് ഭീഷണിയുണ്ട്. വിമാന കമ്പനികൾക്ക് ഇന്ധനം വിതരണം ചെയ്യുന്ന നോർത്ത് എയർ ജോലി ചെയ്യുന്ന ടാങ്കർ ഡ്രൈവർമാർ പണിമുടക്ക് നടത്താൻ പദ്ധതിയുണ്ടെന്ന് യുണൈറ്റഡ് യൂണിയൻ പറഞ്ഞു. നോർത്ത് എയർ നിരസിച്ച 4.5% പേ ഓഫറുമായി ബന്ധപ്പെട്ടതാണ് ശമ്പള തർക്കം. അക്കാസുമായി അടുത്തിടെ നടത്തിയ ചർച്ചകൾക്കിടയിലും മെച്ചപ്പെട്ട ശമ്പള ഓഫർ ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ യുണൈറ്റിനെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ അംഗങ്ങൾ പണിമുടക്കിനെ പിന്തുണച്ചതായി ഒരു വക്താവ് തിങ്കളാഴ്ച പറഞ്ഞു. ദുബായ്, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലേക്കുള്ള ആഭ്യന്തര റൂട്ടുകളെ പണിമുടക്കുകൾ ബാധിച്ചേക്കാം. വിഷയത്തിൽ എഡിൻബർഗ് എയർപോർട്ട് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. UKയിൽ വീടുകളുടെ വിലയിൽ വൻ വർധനവ്. നവംബർ മാസത്തിൽ 2 വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ നിരക്കിൽ വീടുകളുടെ വില ഉയർന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. ഭവന വിലയിലെ വാർഷിക വളർച്ചാ നിരക്ക് നവംബറിൽ 3.7%, എന്നാൽ ഒക്ടോബറിലെ വളർച്ചാ നിരക്ക് 2.4% മാത്രമായിരുന്നു. നേഷൻ വൈഡാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഭവന വിപണിയിലെ നിലവിലെ കണക്കുകൾക്ക് ഒക്ടോബർ 30 ചാൻസലർ റേച്ചൽ റീവ്സ് അവതരിപ്പിച്ച ബജറ്റിലെ നിർദ്ദേശങ്ങൾക്ക് ഭവന വിപണിയിലെ വാർഷിക വളർച്ചയുമായി നേരിട്ട് ബന്ധമില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ബജറ്റിൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. 2025 ഏപ്രിൽ മാസം മുതൽ രണ്ടാമത്തെ വീടുകൾ വാങ്ങുന്നവർക്ക് നികുതി ഉയർത്തിയിട്ടുണ്ട്. ബജറ്റിലെ ഈ മാറ്റങ്ങൾ എല്ലാം തന്നെ മാർച്ച് അവസാന വാരം വരെ കൂടുതൽ ആളുകൾ വീട് വാങ്ങുന്നതിന് കാരണമാകുമെന്നാണ് കരുതുന്നത്. ആൾക്കൂട്ടത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റിയതിന് ഒരാളെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. നോട്ടിംഗ്ഹാമിൽ 2023 ഒക്ടോബർ 7 സംഭവം നടന്നത്. സംഭവത്തിൽ മുഹമ്മദ് ആലം എന്ന 26 വയസ്സുകാരനാണ് സംഭവത്തിൽ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. 2023 ഒക്ടോബർ 7 രാത്രി 2:45 മണിയായപ്പോൾ കാറോടിക്കുകയായിരുന്ന മുഹമ്മദ് ആലവും തന്റെ ജ്യേഷ്ഠനും കൂടി ടാൽബോട്ട് സ്ട്രീറ്റിലെ റോക്ക് സിറ്റി ക്ലബ്ബിലെ സെക്യൂരിറ്റി സ്റ്റാഫും മറ്റു പൊതുജനങ്ങളുമായി നടന്ന വാക്കേറ്റത്തിന് തുടർച്ചയായിട്ടാണിത്. കുറച്ചു സമയത്തിന് ശേഷം ഒരു കൂട്ടം കുട്ടികളുടെ മുകളിൽ വണ്ടി ഇടിച്ചു കയറ്റുകയായിരുന്നു. ഭാഗ്യവശാൽ ആ സംഭവത്തിൽ ആരും മരിച്ചില്ല. എങ്കിലും ഒരാളുടെ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. CCTV ഫുഡ് ചെക്ക് ചെയ്തതിനു ശേഷമാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. മുഹമ്മദ് ആലത്തിന് 2 വർഷവും 10 മാസത്തെയും ജയിൽ ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ആലത്തിന്റെ 29 വയസ്സുകാരനായ മൂത്ത സഹോദരന് 200 മണിക്കൂർ പ്രതിഫലമില്ലാത്ത കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാനും £500 നഷ്ടപരിഹാരം നൽകാനും നോട്ടിംഗ്ഹാം ക്രൗൺ കോടതി വിധിച്ചിട്ടുണ്ട്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.